മക്കളെ നമസ്കാരം, എല്ലാവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബിഗിനിങ് മുതൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും ആ കാര്യങ്ങളെല്ലാം ഓർത്തു വച്ചു, മനസ്സിലാക്കി, പഠിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണാൻ വേണ്ടി പോകുന്നത് ഇൻ്റർവെൽസിനെ കുറിച്ചാണ്. ഇൻ്റർവെൽ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവെല്ലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് എന്ന്. എന്താണ് ഇൻ്റർവെല്ല്, എങ്ങനെയാണ് ഇൻ്റർവെല്ല്, സെറ്റ്സിൽ എങ്ങനെയാണ് ഇൻ്റർവെല്ല് യൂസ് ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇന്നത്തെ നമ്മൾ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 1 and 5. ഇങ്ങനെ ഒരു ഇൻ്റർവെല്ല് വിചാരിക്കുക. ഇങ്ങനെ എഴുതുന്നതിനെയാണ്, അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂ, എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 5ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. എക്സ് എന്നതിൻ്റെ വാല്യൂ, എക്സ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ, എക്സ് എന്ന നമ്പർ 1ൻ്റെയും 5ൻ്റെയും നടുക്കിലുള്ള ഇതായിരിക്കും എന്ന് പറയുമ്പോൾ 1 വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 1നെ തൽക്കാലം ഞാൻ കളയാണ്. 2 ഉണ്ടാകും, 3 ഉണ്ടാകും, 4 ഉണ്ടാകും, 5 വരില്ല. ബിക്കോസ് കണ്ടോ, ലെസ് ദാൻ 2, 3, 4, അതായത് ഇൻ ബിറ്റ്വീൻ 2 and 4 ആയിരിക്കും എന്ത്, ഇതിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഇങ്ങനെ, അതായത് ഈ ലെസ് ദാൻ ഇത് മാത്രമുള്ളതിനെ പറയുന്നതാണ് ഓപ്പൺ ഇൻ്റർവെൽ. ഇതിനെ പറയുന്നതാണ് ഓപ്പൺ ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസും അവിടെ ഉണ്ടാവുകയില്ല. ഓപ്പൺ ഇൻ്റർവെൽ, അതായത് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഓർഡർഡ് പെയറിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ, 2,4 എന്നായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുക. അതായത് 2 മുതൽ 4 വരെ, അതായത് 2, 3, 4 ഇതായിരിക്കും എന്ത് നോട്ട് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് എനിക്ക് ആഡ് ചെയ്ത് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി 2, 4, അതായത് ഫസ്റ്റത്തെ 2, 3, 4, 2, 3, 4 ഓപ്പൺ ഇൻ്റർവെൽ. ഇനി ഇതുപോലെ മക്കളെ നോക്കിയിടാം, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 1ൻ്റെയും 5ൻ്റെയും നടുക്കുള്ള നമ്പറാണ്, അതായത് 2, 3, 4 ആണ് ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം 2, 4 എന്ന് പറഞ്ഞാൽ എങ്ങനെ മെൻഷൻ ചെയ്യുന്നത്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും, എക്സ് എന്നുള്ളതിൻ്റെ വാല്യൂ 1ൻ്റെയും 5ൻ്റെയും നടുക്കിൽ വരും. ഇങ്ങനെയാണ് വരിക. ഇനി വേറൊരു സാധനം ഉണ്ട്, ഇനി ഒരു ക്ലോസ്ഡ് എന്നുള്ളൊരു സാധനം ഉണ്ട്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഇപ്പം ഇതേപോലെ 1ൻ്റെയും 5ൻ്റെയും ആണ് ഞാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് 1, 5. ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യുകയാണ്, അതായത് ഈ 1ഉം 5ഉം ഇൻക്ലൂഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 1 വരും. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഏതൊക്കെ വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും. ഇതൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ വാല്യൂസ് ആയിട്ട് വരും എന്നതാണ് പറയുന്നത്. അതായത് 1, 2, 3, 4, 5. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ വാല്യൂ എടുക്കണം. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ, അതെന്ത് ചെയ്യരുത്, ആ വാല്യൂസ് നമ്മൾ എടുക്കേണ്ടതില്ല. ഇവിടെ ശരിക്കും 2, 4, അതായത് ഒരു കാര്യം എഴുതുമ്പോൾ നമ്മൾ 2, 4 എന്നല്ല എഴുതേണ്ടത്. ഞാൻ അത് പറയാനാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. ഇവിടെ 1ൻ്റെയും 5ൻ്റെയും, അപ്പം 1ഉം 5ഉം ആണ് എന്ത് ചെയ്യണ്ടേ, ഇവിടെ മെൻഷൻ ചെയ്യണ്ടേ. ഇനി നോക്കൂ, ഇത് രണ്ടും ഒന്ന് നോക്കൂ, ഇത് നോക്കൂ, 1, 5, 1, 5. ഇവിടെ 1ഉം 5ഉം അല്ലാത്ത നമ്പേഴ്സാണ് ഉണ്ടാവുക. ഈ രണ്ടാമത്തതിൽ എന്തുണ്ടാവുന്നത്, രണ്ടാമത്തതിൽ 1ഉം ഉണ്ടാവും, 5ഉം ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഓപ്പണും ക്ലോസ്ഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി മക്കളെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയടാ, -30 ഇതെന്താണ്? ഇത് ഞാൻ ഒന്നുകൂടി വലുതാക്കി എഴുതി കാണിച്ചു തരാം. ഇത് ഓപ്പൺ ഇൻ്റർവെല്ലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒരു സെറ്റ് ബിൽഡർ ഫോം, അതായത് 30 എന്ന് പറഞ്ഞാൽ -30 എന്ന് പറഞ്ഞാൽ -3 ഉണ്ടാവില്ല ഓപ്പൺ ആയതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, -3 നമുക്ക് മായ്ച്ച് കളയാം. ബാക്കി എന്തൊക്കെയാ, 2 ഉണ്ട്, -2, -1, 0, 1, 2 എന്ന് പറഞ്ഞ് പോവരുത്. ഇവിടെ 0 അവസാനിക്കുന്നുണ്ട്,
അപ്പോൾ എങ്ങനെ 0 അവസാനിക്കുന്ന വെച്ചാൽ 0 ഉള്ളത് വരെ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ മായ്ച്ച് കളയാം കേട്ടോ. ഇതാണ് -2ഉം 1ഉമാണ് എന്ത് വരിക, നമ്മുടെ സെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂസ്. അതായത് ഇത് വരുന്ന ഏതൊക്കെയാണ്, -2ഉം -1ഉം മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പം ഇതിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനത്തിനെ നമുക്ക് എഴുതാൻ പറ്റും. സെറ്റ് മീൻസ് ഇപ്പം ഞാൻ ഈ സെറ്റ് ബിൽഡറിലേക്ക് ഞാൻ എത്തുന്നില്ല. -2ഉം 1ഉമാണ് ഇതിൻ്റെ നമ്മളാകെ ഉപയോഗിക്കേണ്ടത്. ഇനി 6ഉം 12ഉം ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് വേണ്ടുള്ളൂ, 6 വരും, പറയൂ, 7 വരും, പറയൂ, 8 വരും, 9 വരും, 10 വരും, 11 വരും, യെസ് 12. ഈ നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യും, നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഇത് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആകുമ്പോൾ 6ഉം 12ഉം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഇനി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് നോക്കാം. വെറൈറ്റി ഇൻ ദ സെൻസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഓപ്പൺ ഇൻ്റർവെൽ 6ഉം ക്ലോസ്ഡ് ഇൻ്റർവെൽ 12ഉം അടിപൊളിയല്ലേ. ഇതെന്ത് മീൻ ചെയ്യുന്നു, നിങ്ങൾ പറഞ്ഞ ഇത് എന്തായിരിക്കും മീൻ ചെയ്യുന്നുണ്ടാവുക. ഓപ്പൺ ഇൻ്റർവെൽ 6 എന്ന് പറഞ്ഞാൽ 6 കൂട്ടുമോ, കൂട്ടില്ല. 6 കൂട്ടണ്ട ആവശ്യമില്ല. 6 to 12 ആണ്. അപ്പം 6 കഴിഞ്ഞാൽ നമ്പർ എഴുതുക. 7 ഉണ്ടാകും, 8 ഉണ്ടാകും, 9 ഉണ്ടാകും, 10 ഉണ്ടാകും, 11 ഉണ്ടാകും, 12 ഉണ്ടാകുമോ, ഉണ്ടാകും. എന്തുകൊണ്ട് അതുണ്ടാവണം, 12 ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് 12 ഉണ്ട്, അത്രേ ഉള്ളൂ. ലാസ്റ്റ് വൺ, -23 വിച്ച് ഇസ് ക്ലോസ്ഡ് ആൻഡ് 5 വിച്ച് ഇസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക, ധാരണയുണ്ടോ, എയിമുണ്ടോ, പറയാൻ പറ്റുമോ? നോക്കിയേ, -23 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. -23 ക്ലോസ്ഡ് ആണ്. പിന്നെ -22, -21 പറഞ്ഞ് 5 എന്നുള്ള നമ്പർ എഴുതാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെ ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ സാധാരണ ലാസ്റ്റ് 3rd ഡിജിറ്റിലേക്ക് കിടക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, 4ൽ നമ്മൾ അവസാനിപ്പിക്കും. ഇതാണ് എന്ത്, ഇൻ്റർവെൽസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സാധനം ഇൻ്റർവെല്ല് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇനി സെറ്റ്സിൻ്റെ ചില ഓപ്പറേഷൻസിലേക്കൊക്കെ നമ്മളിങ്ങനെ കിടക്കാൻ പോവുകയാണ്. അപ്പം അതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ എലമെൻ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, എല്ലാ കുട്ടികളും ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ഒന്ന് നോക്കുക ഈ സ്ലോട്ടിൽ കേട്ടോ. ദെൻ നിങ്ങൾക്ക് പറ്റിയൊരു അടിപൊളി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അതായത് തന്നിരിക്കുന്നതിനെ റോസ്റ്റർ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, എഴുതണം. തന്നിരിക്കുന്ന സെറ്റ്സിനെ എല്ലാത്തിനെയും റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. അതായത് റോസ്റ്റ് ആക്കി എഴുതണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ x is an integer, that is x is in between less than or is equal to എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ലെസ് ദാൻ or is equal to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ലെസ് ദാൻ or is equal to പറഞ്ഞാൽ ക്ലോസ്ഡ്. എന്തിനാ, അവിടെ ക്ലോസ് ചെയ്യാൻ, അവിടെ പരിപാടി കണ്ട് അവസാനിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസ്. അതായത് ലെസ് ദാൻ or is equal to ഇടുന്നത് കേട്ടോ. ഇവിടെ -3 എന്നും ഇവിടെ 7 എന്നുമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റോസ്റ്റർ ഫോമിലേക്കാണ് നമുക്ക് ഇത് എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റോസ്റ്റർ ഫോം എങ്ങനെ വരും എന്നുള്ളതാണ്. എ എന്നുള്ളതിൻ്റെ റോസ്റ്റർ ഫോം എങ്ങനെ വരും എന്നുള്ളതാണ്. -3 ഇവിടെ എന്താ, ലെസ് ദാൻ or is equal to, അപ്പോൾ ക്ലോസ്ഡ് ആണ്. രണ്ട് ഭാഗത്തും ലെസ് ദാൻ or is equal to, അപ്പം രണ്ട് ഭാഗത്തും ക്ലോസ്ഡാ. -3 മുതൽ 7 വരെ, -3 മുതൽ 7 വരെ, -3, -2, -1, -0, 1, 2, 3, 4, 5 and 6. ഇതാണ് അതിൽ വരിക. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്, ഫസ്റ്റത്തെ എ എന്നുള്ള സെറ്റ്. ഇനി ബി എന്നുള്ള സെറ്റിനെ കുറിച്ച് അവിടെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ 6. നാച്ചുറൽ നമ്പർ മക്കളെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. സിൻസ് അതെന്താണെന്നറിയോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ 0 എന്നിട്ട് കഴിഞ്ഞാൽ 0 വരുമോ, ബിയിൽ 0 വരുമോ, വരില്ല. ബി എപ്പോഴും 1 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. 1, 2, 3, 4 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. വിച്ച് ഈസ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഓപ്പൺ ആണ്. 6 വരുമോ, ഓപ്പണിൽ 6 വരുമോ,
ഒരിക്കലും വരില്ല. അപ്പം 4 കഴിഞ്ഞ് 5-ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, വി വിൽ സ്റ്റോപ്പ് അവർ സെറ്റ്. കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനി സി എന്നുള്ളതിൻ്റെ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ചെയ്യണം. അതിന് സെറ്റ് ഞാൻ വളരെ ഭംഗിയായി ഞങ്ങൾ ആക്കിത്തരാം. സി എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. സി എന്ന സാധനം തന്നിരിക്കുന്നത് സി ഈസ് എ 2-digit നമ്പർ, നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 8. നമ്മൾ സി ചെയ്തതാണ്. സി ഒരിക്കൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഡി എന്നുള്ള സെറ്റ് ഉണ്ട്. എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഇസ് ഡിവൈസർ ഓഫ് 60. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ട ചില ചോദ്യങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ചെയ്യുന്നില്ല. സബ്സെറ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടിട്ടില്ല. സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടിട്ടില്ല. സബ്സെറ്റ് എന്താണെന്ന് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ കണ്ടിരുന്നുള്ളൂ. നമ്മൾ കാണാൻ പോകുന്നത് സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടി. എന്താണ് നമ്മൾ ആ സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് കൂടി ഒന്ന് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പം എന്നാൽ പഠിക്കുകയല്ലേ. വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സെറ്റ്? ഇത് ശരിക്കും വെറും സബ്സെറ്റ് അല്ല, ഇതൊരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. അതായത് ഒരു പ്രോപ്പർ സബ്സെറ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഒരു സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 2 സെറ്റ് ഉണ്ട്, എയും ബിയും. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അല്ലേ ഫസ്റ്റ് വൺ, ഈ 5 എന്നുള്ള സാധനം, അതായത് നൾ സെറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നറിയോ, എല്ലാത്തിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. എല്ലാത്തിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും എന്ത്, 5 എന്നുള്ള സാധനം, അതായത് നൾ സെറ്റ് എന്നുള്ള സാധനം. ഇനി ഇത് ഈ സബ്സെറ്റുകളുടെ എലമെൻസ്, അതായത് സബ്സെറ്റിലുള്ള എലമെൻസ് ഉണ്ടല്ലോ, ഇത് എപ്പോഴും എന്തായിരിക്കും എന്നറിയോ, ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സൂപ്പർ സെറ്റ്. അതായത് സൂപ്പർ സെറ്റിൻ്റെ എലമെൻറ്റ്സ്, ഞാൻ തൽക്കാലം നിങ്ങൾ കേട്ടാൽ മതി. സൂപ്പർ സെറ്റിൻ്റെ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിലൊരിക്കലും എന്ത് ചെയ്യില്ല, കൂടുതൽ വരില്ല. സബ്സെറ്റിൻ്റെ എലമെന്റ് എന്നുള്ളത് സൂപ്പർ സെറ്റിൻ്റെ എലമെന്റ് എന്തെങ്കിലും അതിനേക്കാളും കൂടുതൽ വരില്ല. സബ്സെറ്റിൻ്റെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, സൂപ്പർ സെറ്റ് വരെ ഉണ്ടാവുള്ളൂ. സൂപ്പർ സെറ്റും ആയിരിക്കില്ല, ചിലപ്പോൾ അതിനെ താഴെ ആയിരിക്കും. അതായത് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒരിക്കലും സൂപ്പർ സെറ്റിൻ്റെ മേലേക്ക് എന്ത് ചെയ്യില്ല, വരത്തില്ല. ഇനി ഒരു പ്രോപ്പർ സബ്സെറ്റ്, എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എന്നുള്ള ഒരു എക്സാമ്പിളറി സെറ്റ് എടുക്കുമ്പം 1, 2 എന്നതും എ എന്നുള്ള ഒരു എക്സാമ്പിളറി സെറ്റ് 1, 2 up to 10 എടുക്കുന്നു. ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിലുണ്ട്, ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിലുണ്ട്. ബി എന്നത് എന്റെ സബ്സെറ്റാണ്. അതായത് ബി എന്നുള്ളത് എ എന്നുള്ളതിൻ്റെ സബ്സെറ്റാണ്. ബി അത് എയുടെ സബ്സെറ്റാണ്. തിരിച്ച് വേണമെന്ന് ഒരു നിർബന്ധമില്ല, തിരിച്ച് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനെയുള്ളതിന് എന്ത് പറയുന്നു, പ്രോപ്പർ സബ്സെറ്റ്. അതായത് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഓർ പ്രോപ്പർ സബ്സെറ്റ്. പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. എന്ത് ചെയ്യും, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോവുക. ഞാൻ നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ, അതായത് എത്ര സബ്സെറ്റുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ, അതായത് 2 to the power n, 2 to the power n, ഇത് എത്ര സബ്സെറ്റ് ഉണ്ട്, നമ്പർ ഓഫ് സബ്സെറ്റ്. അതായത് ഒരു സെറ്റിൻ്റെ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് അറിയാൻ ഈ സാധനം എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ചാൽ മതി. ഈ സാധനം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതായത് എന്താണ് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഓർക്കുക. 2 raised to 2n, 2 to the power n. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓർത്താൽ മതിയോ. 2 എലമെന്റ് ആണെങ്കിൽ 2 square 4 ഉണ്ടാവും. അതിലൊന്ന് 5ഉം മറ്റൊന്ന് അതേ സെറ്റും. ഇനി 2 raised to 3 എലമെന്റ് ആണെങ്കിൽ 2 raised to 3 8 എന്ന് പറയുമ്പോൾ 5ഉം ആ സെറ്റും, ബാക്കി എന്ത് ചെയ്താൽ മതി, 6 നിങ്ങൾ പെറുക്കി ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി അടുത്തൊരു യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള സാധനം ഉണ്ട്. ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ സംഗതി അടിപൊളിയാണ്. എന്താണെന്നറിയോ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പിന്നെ പറയാം, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതേപോലെ എല്ലാ സെറ്റും പാടെ നമ്മൾ എടുത്തോണ്ട് ആഡ് ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. യൂണിവേഴ്സൽ സെറ്റ് ഇപ്പം ഞാൻ പറയാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ്, ഇതിനെ ഏകീകരിക്കും നമ്മൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സൽ സെറ്റ്. അല്ലെങ്കിൽ വേണ്ട, 2 സെറ്റ് എ ബി, എയിൽ XYZ, ബിയിൽ PQR. അപ്പം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ A+B എടുത്താൽ മതി. A+B ആയിരിക്കും ആണ് യൂണിവേഴ്സൽ എന്നുണ്ടെങ്കിൽ രണ്ടുമാണ് കൂട്ടുക. എയിലുള്ള XYZും
ബിയിലുള്ള പി ക്യു ആർ എന്ത് ചെയ്യണം? എഴുതുക, പൊരുത്തമിടുക. ഇതാണെന്ത്? യൂണിവേഴ്സൽ സെറ്റ്. അതിൻ്റെ ഡെഫിനിഷൻ വളരെ ഭംഗിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. ഇൻ്റർവെൽസ് ഒക്കെ നമ്മൾ വളരെ ഭംഗിയിൽ നമ്മൾ കണ്ടിരുന്നു, ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നു. ക്ലോസ്ഡ് ഇൻ്റർവെല്ലും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻ്റർവെൽ, ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിനെന്ത് ചെയ്തു? ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, റീഐട്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് വരുന്നത്. എക്സാമ്പിൾസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഇന്ന് കണ്ടതാണ്. ഓക്കെ, ക്ലോസ്ഡും ഇതും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നതാണ് ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുക. അപ്പം മക്കളെ, ഇത്രയും നേരം കണ്ട എല്ലാ കോണ്ടന്റും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക, പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരെയും കണ്ടത് വളരെ സന്തോഷം. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.